ഹായ് എവ്രിവൺ, ഈ ഒരു വീഡിയോയിൽ 10 ഡിഫറെൻറ്റ് കോച്ചിങ് സർവീസ് ഐഡിയാസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ഉപകാരപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഞാൻ ഈ പറയുന്ന 10 ഐഡിയാസിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കിൽസോ അല്ലെങ്കിൽ നോളജബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മുഖാന്തരം നിങ്ങൾക്ക് കോച്ചിങ് സർവീസസ് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഈ ഒരു കോച്ചിങ് സർവീസ് ഓഫർ ചെയ്യാനായിട്ട് സാധിച്ചുകൊള്ളണമെന്നില്ല. നിങ്ങളുടെ സ്കില്ലിന് ഡിപ്പെൻസ് ആണ് കോച്ചിങ് സർവീസസ് കൊടുക്കുക എന്നുള്ളത്. കോച്ച് ചെയ്യാൻ വേണ്ടി മാത്രം നോളജബിൾ ആയിരിക്കണം നിങ്ങൾ എന്നുള്ള ആ ഒരു റിക്വയർമെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ കോച്ചിങ് ഐഡിയ എന്ന് പറയുന്നത് കരിയർ കോച്ചിങ് ആണ്. അപ്പോൾ ആളുകളുടെ സ്ട്രെങ്ത്, ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ അവരുടെ കരിയറിൻ്റെ ഗോളുകളൊക്കെ അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കരിയർ കോച്ചിങ് എടുക്കാവുന്നതാണ്. അപ്പോൾ പല കരിയേഴ്സ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ റെസ്യൂമി എഴുതുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാം. ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇൻ്റർവ്യൂസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് പറയാം. അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് കോച്ചിങ് സർവീസസ് ഓഫർ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു ഐഡിയ ആണ് ലൈഫ് കോച്ചിങ് എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻസിനെ അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുന്നതിന് സഹായിക്കാം. ഇത് എസ്പെഷ്യലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് എങ്ങനെ, ലൈഫിൽ നമുക്ക് എങ്ങനെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാക്കിയെടുക്കാം, വർക്കും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫും എങ്ങനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം, റിലേഷൻഷിപ്സ് എങ്ങനെ ബിൽഡ് ചെയ്യാം, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ലൈഫ് കോച്ചിങ്ങിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കോച്ചിങ് ഐഡിയ ആണ് എക്സിക്യൂട്ടീവ് കോച്ചിങ് എന്ന് പറയുന്നത്. അതായത് എക്സിക്യൂട്ടീവ്സിനായിട്ട് അല്ലെങ്കിൽ ലീഡേഴ്സിനായിട്ട് വർക്ക് ചെയ്യാം. അവരുടെ ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, സ്ട്രാറ്റജിക് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ എങ്ങനെ ടീംസ് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഓർഗനൈസേഷനിലെ പൊളിറ്റിക്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത്, അവരുടെ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള ഗോൾസൊക്കെയാണ് നമ്മളിവിടെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നാലാമത്തെ ഒരു ഐഡിയ ആണ് ഓൺട്രപ്രനർഷിപ്പ് കോച്ചിങ് കൊടുക്കുക എന്നുള്ളത്. അതായത് ഓൺട്രപ്രനേഴ്സ് ആവാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ബിസിനസ് എങ്ങനെ ലോഞ്ച് ചെയ്യാം, അതെങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോച്ചിങ് കൊടുക്കാം. ഇതിനായിട്ടുള്ള ഗൈഡൻസ് എങ്ങനെ ബിസിനസ് പ്ലാൻ ചെയ്യാം, മാർക്കറ്റ് റിസർച്ച് എങ്ങനെ ചെയ്യാം, ബ്രാൻഡിങ് എങ്ങനെ ചെയ്യാം, സെയിൽസ് എങ്ങനെ മാനേജ് ചെയ്യാം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എങ്ങനെ ബിൽഡ് ചെയ്യാം, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം, ഓരോ ചാലഞ്ചസ് വരുന്ന സമയത്ത് സ്റ്റാർട്ടപ്സിനൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ ചാലഞ്ചസ് വരുന്ന സമയത്ത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അഞ്ചാമത്തെ കോച്ചിങ് ഐഡിയ ആണ് ഹെൽത്ത് ആൻഡ് വെൽനെസ് കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്ലയൻസിന് അവരുടെ ഓവറോൾ വെൽബീയിങ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്തിയർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് എങ്ങനെ ഫോളോ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നിങ്ങളിവിടെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ന്യൂട്രീഷനെ പറ്റി ഗൈഡ് ചെയ്യാം, എക്സസൈസ് എങ്ങനെ ആളുകളുടെ ഹെൽത്തും എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം എങ്ങനെ അവർക്ക് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാം, സ്ട്രെസ് എങ്ങനെ റിഡ്യൂസ് ചെയ്യാം, മൈൻഡ്ഫുൾനെസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, മൊത്തത്തിൽ അവരുടെ ഹെൽത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിറ്റ്നസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്ത് അത് ഫുൾഫിൽ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആറാമത്തെ കാര്യമാണ് ഫൈനാൻഷ്യൽ കോച്ചിങ് കൊടുക്കുക എന്നുള്ളത്. അതായത് ഇവിടെ ആളുകളുടെ ഫൈനാൻസസ് എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ചില ആളുകളുണ്ടാവും ഒത്തിരി ഏൺ ചെയ്യുന്നുണ്ടാവും അവർ, പക്ഷെ ഒന്നും കയ്യിലുണ്ടാവില്ല, അല്ലെങ്കിൽ സേവിങ്സ് ഉണ്ടാവില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് എക്സ്പെൻസസ് മാനേജ് ചെയ്യാം, അവരുടെ കടങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാം, അതായത് ടെക് മാനേജ്മെൻറ്റ്, ബഡ്ജറ്റിങ്ങിനെ പറ്റി, സേവിങ്ങിനെ പറ്റി, ഇൻവെസ്റ്റിങ്ങിനെ പറ്റി, റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ പറ്റിയിട്ട്, പിന്നെ എങ്ങനെ വെൽത്ത് ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ബേസിക്കലി നിങ്ങളിവിടെ പറഞ്ഞു കൊടുക്കുന്നവർക്ക്. അടുത്തതാണ് റിലേഷൻഷിപ്പ് കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആളുകളിൽ അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ഇടയ്ക്കൊക്കെയുള്ള റിലേഷൻഷിപ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടാനായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കോച്ചിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. എങ്ങനെ പരസ്പരമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട്, എങ്ങനെ വീണ്ടും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അത് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് ബേസിക്കലി നിങ്ങളിവിടെ കോച്ച് ചെയ്ത് കൊടുക്കുന്നത്.
അടുത്തതാണ് പാരന്റിങ് കോച്ചിങ്. ആളുകൾക്ക് അവരുടെ കുട്ടികളെ പ്രോപ്പറായിട്ട് റേസ് ചെയ്ത് കൊണ്ടുവരുന്നതിനിടയ്ക്ക് നേരിടുന്ന ചാലഞ്ചസ് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാണ്, അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യാണ് ഈ ഒരു കോച്ചിങ് സർവീസ് ഓഫർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഡിസിപ്ലിൻ കൊണ്ടുവരാം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പ്രോപ്പറായിട്ട് കുട്ടികളായിട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട്, കുട്ടികളിൽ തമ്മിൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ നിങ്ങൾ പരിഹരിച്ചു കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ബേസിക്കലി പോസിറ്റീവായിട്ട് എങ്ങനെ ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നിങ്ങളിവിടെ കോച്ചിങ് കൊടുക്കുന്നത്. ഇനി അടുത്തതാണ് ക്രിയേറ്റിവിറ്റി കോച്ചിങ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഉള്ള ക്രിയേറ്റിവിറ്റി എങ്ങനെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നിങ്ങളിവിടെ ഗൈഡൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് മേ ബി എഴുത്തുകാർക്കോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബ്ലോക്ക് ചിലപ്പോൾ വരും. അതായത് അതുവരെ സുഖമായിട്ട് എഴുതിക്കൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള ക്രിയേറ്റീവ് ബ്ലോക്സ് എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്തെടുക്കാം, നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പാഷൻ എങ്ങനെ ഫോളോ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നിങ്ങളിവിടെ കോച്ചിങ് കൊടുക്കുന്നത്. ഇനി അടുത്തതാണ് പബ്ലിക് സ്പീക്കിംഗ് കോച്ചിങ് എന്ന് പറയുന്നത്. അതായത് ചില ആളുകൾക്ക് സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര അധികമായിരിക്കും. അപ്പോൾ സ്റ്റേജിൽ പോയി എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ മുമ്പിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുള്ളതിന് ഭയങ്കരമായിട്ട് പേടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട്, അവരുടെ പ്രസൻറ്റേഷൻ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നിങ്ങളിവിടെ കോച്ചിങ് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റേജ് ഫ്രൈറ്റ് എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെയാണ് സ്പീച്ചസ് സ്ട്രക്ചർ ചെയ്യേണ്ടത്, ഒരു സ്പീച്ച് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണത്, അതിൻ്റെ ഒരു പ്രോപ്പർ വേ എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെ നല്ല രീതിയിൽ പ്രസൻറ്റേഷൻസ് നമുക്ക് ചെയ്യാം, ഡെലിവർ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഓഡിയൻസുമായിട്ട് എഫക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു കോച്ചിങ് സർവീസിലൂടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 10 കോച്ചിങ് ഐഡിയാസ് എന്ന് പറയുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള 10 കാര്യങ്ങളാണ്. ഇതിന് പുറമേക്കും നിങ്ങൾക്ക് കോച്ചിങ് സർവീസസ് പല ഐഡിയാസും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ സ്കിൽ സെറ്റിനനുസരിച്ചിട്ട്, ആളുകളുടെ നീഡ്സ് അല്ലെങ്കിൽ ആളുകളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള കോച്ചിങ് സർവീസസ് ഓഫർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ എക്സ്പെർട്ടൈസ് ഉള്ളത്, നിങ്ങളുടെ കഴിവിനനുസരിച്ച്, നിങ്ങളുടെ പാഷൻ അനുസരിച്ചിട്ടുള്ള കോച്ചിങ് സർവീസസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മുടെ ക്ലയൻസിന് ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം കോച്ചിങ് സർവീസസിൻ്റെ എല്ലാം അൾട്ടിമേറ്റ്ലിയുള്ള ഔട്ട്കം വരേണ്ടത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലായിരിക്കണം നിങ്ങളുടെ കോച്ചിങ് സർവീസസ് നിങ്ങൾ ആളുകളിലേക്ക് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.